ഹലോ എവരിവൺ, വെൽക്കം ടു ജയ് ലേൺ. ഞാൻ ശ്രീകുട്ടൻ. എല്ലാവരെയും വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യാണ്. സെറ്റ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട നമ്മുടെ ആദ്യത്തെ വെബിനാറാണ്. സോ വീണ്ടും ഞാൻ വിദ്യാർത്ഥികളെ ഓർപ്പിക്കുകയാണ്, ഈ വരാൻ പോകുന്ന ജൂലൈ മാസത്തിലാണ് സെറ്റ് ഇംഗ്ലീഷ് പരീക്ഷ. സോ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഫ്രീ കണ്ടന്റ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, അങ്ങനെ സെറ്റ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസിനും അപ്ഡേറ്റ്സിനും ക്ലാസ്സസിനും വേണ്ടി, ഫ്രീ കണ്ടന്റിനും വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞാൻ പറഞ്ഞല്ലോ, സെറ്റ് ഇംഗ്ലീഷ് കോഴ്സസ് ജയ് ലേൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഫീച്ചേഴ്സിനെയും കാര്യങ്ങളെയും കുറിച്ച് ഞാൻ കൂടുതൽ പോകെ ഞാൻ പറയാം. എനിവേ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, സെറ്റ് ഇംഗ്ലീഷിൻ്റെ കോഴ്സസ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ആദ്യത്തെ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ വെബിനാറിൽ നിങ്ങൾക്കിപ്പോൾ അറിയാത്ത കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പ്രധാനമായിട്ടും ആ സിലബസ് ഒന്ന് പരിചയപ്പെടുത്തുക, പിന്നെ എന്തൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ സെറ്റ് പരീക്ഷയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പിന്നീട് എന്തുകൊണ്ട് നമ്മുടെ പാഠ്യ രീതിയിൽ, നമ്മുടെ പഠന രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരണം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 2-3 ചോദ്യങ്ങൾ എത്രത്തോളം ആ പാറ്റേണിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനും ഏത് രീതിയിലായിരിക്കണം ഇനിയും നമ്മുടെ പഠനം മുന്നോട്ട് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനും വേണ്ടിയാണ് 1-2 ചോദ്യങ്ങൾ ഞാൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നു. സോ ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരും ഞാൻ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് ആദ്യം തന്നെ പറയാം. ഇതുപോലെയുള്ള സ്റ്റുഡിയോ റെക്കോർഡഡ് ഹൈ ഡെഫിനിഷൻ ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതോടൊപ്പം ലൈവ് സെഷൻസും. കാരണം അറിയാലോ, നിങ്ങൾക്കിപ്പോൾ കുറേ വീഡിയോ ലെക്ചേഴ്സ് ഞങ്ങളിങ്ങനെ തന്നുകൊണ്ട് മാത്രം നിങ്ങൾ പഠിക്കണമെന്നില്ല. നിങ്ങൾ അത്രത്തോളം ഇൻട്രസ്റ്റഡ് ആയിട്ടിരുന്ന് ക്ലാസ്സസ് മാത്രം കണ്ട് പഠിക്കണമെന്നില്ല. നിരന്തരമായിട്ട് നിങ്ങളുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും, ഇല്ലേ? നിങ്ങൾ കുറേ പഠിച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. സോ ആ സംശയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, അതല്ലാതെ ചില ലൈവ് ക്ലാസ്സുകൾ, അതായത് ചില പോർഷൻസ് തന്നെ നമ്മൾ ലൈവായിട്ട് എടുക്കുന്ന ക്ലാസ്സസ് ഉണ്ടാവും. അതിനു പുറമെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ്. അറിയാലോ, നമുക്ക് സെറ്റ് പോലൊരു പരീക്ഷയ്ക്കൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമാണ്. സോ ഇവിടെ കംപ്ലീറ്റ് PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ റെഗുലർ ആയിട്ടുള്ള MCQs ഡിസ്കഷൻ, പിന്നെ അതുപോലെ തന്നെയുള്ള മോക്ക് ടെസ്റ്റുകൾ, ആപ്പിൽ തന്നെയുള്ള മോക്ക് ടെസ്റ്റുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ വരാൻ പോകുന്ന ജൂലൈയിൽ തന്നെ നിങ്ങളുടെ സെറ്റ് ഇംഗ്ലീഷ് എന്ന നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാം ജയ് ലേണിനൊപ്പം. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് സിലബസ് എന്താണെന്ന് നോക്കാം, അല്ലേ? ഒരു പരീക്ഷ നമുക്ക് മുന്നിലുണ്ട് എഴുതാൻ. സോ സെറ്റ് അറിയാലോ, ഇപ്പോൾ ഇംഗ്ലീഷിലെ തന്നെ മത്സര പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളൊന്നാണ് സെറ്റ്. നെറ്റ് പോലെ അല്ല, എന്നാൽ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് സെറ്റ് പരീക്ഷയുടെ ഒരു ലെവൽ എന്ന് പറയുന്നത് നെറ്റിൻ്റെ തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ സെറ്റിൻ്റെ ക്ലാസ്സുകൾ ഒരു 1-2 വർഷം മുമ്പ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, 2010 തൊട്ടുള്ള കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളൊന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പരീക്ഷയെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന് നല്ല രീതിയിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, 2022 തൊട്ടെങ്കിലും അങ്ങനെയല്ല. 2022 തൊട്ട് പാറ്റേണിൽ വലിയ മാറ്റങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വലിയ മാറ്റങ്ങളാണ് ഈ പാറ്റേണിലുള്ളത്. കാരണം എനിക്കൊന്ന് മത്സരം ഉയർന്നു വരുന്നത് കൊണ്ടാവാം, കൂടുതൽ ടൈറ്റായ കോമ്പറ്റീഷൻ വരുന്നത് കൊണ്ടാവാം ക്വസ്റ്റ്യൻസ് വളരെ ടഫ് ആവുന്നത്. കാരണം നിങ്ങൾ 2022 തൊട്ട്, അല്ലെങ്കിൽ 2020 മുമ്പുള്ള പാറ്റേൺ നോക്കിയാൽ മതി. ഒരു 2011 തൊട്ട് 2022 ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് മിനിമം ഒരു 10-60 ചോദ്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാണാം. ഒരു ഏരിയയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഒരേ ചോദ്യം തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കാണാം. പക്ഷെ 2022 ശേഷമുള്ള എക്സാംസ് നിങ്ങൾ നോക്കൂ, അധികം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. സിലബസ് എല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ എന്നാലും ഒന്ന് പറയാം. 5 യൂണിറ്റിലായിട്ടാണ് നമ്മുടെ സിലബസ് ഉള്ളത്. നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ അത് വലിയ കാര്യമല്ല, ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. 5 യൂണിറ്റിലായിട്ടാണുള്ളത്. അതിൽ 1, 2, 3 യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് പ്യുവർലി ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ്. അറിയാലോ, നമുക്ക് പഠിക്കാനുള്ളതിലെ സിംഹഭാഗം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ്. അപ്പോൾ ഒരു സിലബസ് ആയിട്ട് തരുമ്പോൾ നമുക്ക് യൂണിറ്റ് 1-ൽ ചോസർ തൊട്ട് ട്രാൻസിഷണൽ പോയട്രി വരെ, അതായത് ഒരു റൊമാൻറ്റിക് ഏജ് തുടങ്ങുന്നത് വരെയുള്ള ഒരു ഭാഗമാണ് നമുക്ക് യൂണിറ്റ് 1-ലുള്ള. അപ്പോൾ യൂണിറ്റ് 1-ൽ ഓരോ മൊഡ്യൂളായിട്ട് ഏകദേശം 20 മൊഡ്യൂളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു മൊഡ്യൂൾ ചോസർ, ഒരു മൊഡ്യൂൾ റിനൈസൻസ്, മറ്റൊന്ന് ഡ്രാമ, പിന്നെ റിവെഞ്ച് ട്രാജഡി, ഷേക്സ്പിയർ, അതുപോലെ തന്നെ എലിസബത്തൻ തിയേറ്റർ, മിൽട്ടൺ, റെസ്റ്റോറേഷൻ, ഹീറോയിക് ഡ്രാമ, ഡ്രൈഡൻ, ജോൺസൺ, റൈസ് ഓഫ് ദ നോവൽ, ട്രാൻസിഷണൽ പോയട്രി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 1-ാമത്തെ യൂണിറ്റിൽ കിട്ടുന്നത്. അതിൽ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പോകേണ്ടി വരും. ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ചില വർക്ക്സ് ഒക്കെ എടുത്ത് പറയുന്നുണ്ട് പഠിക്കേണ്ട ഏതൊക്കെ. ഇപ്പോൾ ഡ്രൈഡന്റെ കാര്യം പറയുമ്പോൾ ഡ്രൈഡന്റെ മാക് ഫ്ലെക്നോ ഒരു ടെക്സ്റ്റായിട്ട് നിഷ്കർഷിക്കുന്നുണ്ട്, പഠിക്കേണ്ടതാണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പക്ഷേ മാക് ഫ്ലെക്നോയിൽ നിന്ന് മാത്രമാണോ ചോദ്യം വരുന്നത്? അതിനെക്കുറിച്ച് ഞാൻ പറയാം.
സോ പ്രധാനപ്പെട്ട ചില ടെക്സ്റ്റുകൾ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ടെക്സ്റ്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ചോദ്യം എന്ന് ആദ്യം മനസ്സിലാക്കുക. സോ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ചോസർ തൊട്ട് ഏകദേശം ഒരു ട്രാൻസിഷണൽ പോയട്രി വരെയാണ്. രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങുന്നത് റൊമാൻറ്റിസം തൊട്ടാണ്. റൊമാൻറ്റിസവും വിക്ടോറിയൻ അറിയാലോ, വളരെ ബൾക്കിയ ഒരു ഏരിയയാണ്. റൊമാൻറ്റിക് തൊട്ട് വിക്ടോറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ട്, ഒത്തിരി ഉണ്ട് അതിനകത്ത്. സോ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബിഗിനിങ്സ് ഓഫ് റൊമാൻറ്റിസം തൊട്ട് തുടങ്ങി, അതിനുശേഷം ഏർലി റൊമാൻറ്റിക്സ്, ലേറ്റർ റൊമാൻറ്റിക്സ്, റൊമാൻറ്റിക് പ്രോസ്, ഗോത്തിക് ഫിക്ഷൻ, പിന്നീട് ഏർലി ഫെമിനിസ്റ്റ് റൈറ്റിംഗ്സ്, അതിനുശേഷം വിക്ടോറിയൻ ഏജ്, വിക്ടോറിയൻ പോയട്രി, പ്രീ റാഫിൽസ്, വിക്ടോറിയൻ പ്രോസ്, വിക്ടോറിയൻ ഡ്രാമ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഒരു 20 മൊഡ്യൂളിലായിട്ട് റൊമാൻറ്റിസവും വിക്ടോറിയനും വരെയാണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. അറിയാലോ, നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഏത് ഒരു ഭാഗം നമ്മൾ നോക്കിയാലും റൊമാൻറ്റിക് പീരീഡ് തൊട്ടുള്ള അവിടെ തൊട്ടാണ് നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളത്, ഒരുപാട് പ്രധാനപ്പെട്ട എഴുത്തുകാരുള്ളത് റൊമാൻറ്റിസം തൊട്ടാണ്, റൊമാൻറ്റിക് പീരീഡ് തൊട്ട്. പിന്നീട് നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്താണ്? തേർഡ് യൂണിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് കോണ്ടംപററി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണ് തേർഡ് യൂണിറ്റ് അല്ലേ. അതായത് എഡ്വേർഡിയൻ പീരീഡ് തൊട്ട് പിന്നീട് വാർ പോയറ്റ്സ്, പിങ്ക് പോയറ്റ്സ്, പിന്നെ സെക്കൻഡ് വേൾഡ് വേഴ്സ് ഡ്രാമ, മോഡേണിസ്റ്റ് പോയട്രി, മോഡേണിസ്റ്റ് ഫിക്ഷൻ, മോഡേൺ നോവൽ, സ്ട്രീം ഓഫ് ഡിസ്റ്റോപ്പിയൻ ലിറ്ററേച്ചർ, പോസ്റ്റ് വാർ ഫിക്ഷൻ, ഐറിഷ് ഡ്രാമാറ്റിക് മൂവ്മെന്റ്, പോസ്റ്റ് വാർ ഡ്രാമ, അതിൽ തന്നെ അബ്സേർഡിസം, കിച്ചൺ സിങ്ക് ഡ്രാമ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് വരുന്നത്. സോ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. ഇപ്പോൾ 3 യൂണിറ്റുകളെ കുറിച്ച് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കാൻ പ്രയാസമുള്ള ഏരിയ നമുക്ക് കോണ്ടംപററി ബ്രിട്ടീഷ് ഫിക്ഷൻ ആണ്. കാരണം അത് കോണ്ടംപററി റൈറ്റേഴ്സ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ റൊമാൻറ്റിക് വിക്ടോറിയൻ വെച്ചാൽ നമുക്കറിയാം ഓൾറെഡി ആരൊക്കെ ഉണ്ട്, അവരുടെ രചന അതൊക്കെ നമുക്കറിയാം. പക്ഷേ അറിയാലോ, കോണ്ടംപററി ബ്രിട്ടീഷ് ഫിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് പുതിയ എഴുത്തുകാർ വരുന്നുണ്ട്. നമുക്ക് പേരിന് കുറേ ആൾക്കാർ തന്നിട്ടുണ്ടെങ്കിലും ഞാൻ വീണ്ടും പറയുകയാണ്, അത് അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. സോ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കോണ്ടംപററി ബ്രിട്ടീഷ് ഫിക്ഷൻ, എഡ്വേർഡിയൻ തൊട്ട് ഏകദേശം ഒരു പോസ്റ്റ് വാർ ഡ്രാമ, റീസെന്റ് ബ്രിട്ടീഷ് ഫിക്ഷൻ വരെയാണ്. റീസെന്റ് ബ്രിട്ടീഷ് ഫിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഐറിസ് മുർഡോക്ക്, വിന്റേഴ്സൺ, ഡോറിസ് ലെസിംഗ്, ഒപ്പം കസുവോ ഇഷിഗുറോ അറിയാലോ. കസുവോ ഇഷിഗുറോ 2017-18 നോബൽ സമ്മാന ജേതാവാണ്. ഹനീഫ് ഖുറേഷി വരെ, ഡയസ്പോറിക് റൈറ്ററായ ഹനീഫ് ഖുറേഷി വരെയാണ് നമുക്ക് തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ 3 യൂണിറ്റ് എന്താണ്? ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ്. അപ്പൊ 5-ൽ 3 യൂണിറ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ്. ഇപ്പോൾ ഒരു പരീക്ഷയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അത് ഈക്വൽ ആണെന്നോ യൂണിഫോം ആണെന്നോ അല്ല ഞാൻ പറയുന്നത്. ആദ്യത്തെ 3 യൂണിറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണെങ്കിൽ അവിടെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, 4th യൂണിറ്റിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ, അമേരിക്കൻ ആൻഡ് ന്യൂ ലിറ്ററേച്ചേഴ്സ്. ഇന്ത്യൻ, അമേരിക്ക അറിയാലോ, നമ്മൾ ഏത് പരീക്ഷയെ നോക്കുമ്പോഴത്തേക്കും ബ്രിട്ടീഷ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ ലിറ്ററേച്ചറും അമേരിക്കൻ ലിറ്ററേച്ചറുമാണ്. സോ അവിടെ പ്രധാനപ്പെട്ട കുറേ നമുക്ക് അമേരിക്കൻ ലിറ്ററേച്ചർ തുടങ്ങുന്നത് പിൽഗ്രിം ഫാദേഴ്സ് തൊട്ട് ഏകദേശം ഹാർലം റിനൈസൻസ് വരെ അവിടെ തൊട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട അമേരിക്കൻ ഡ്രാമയിലെ ആൾക്കാർ, അമേരിക്കൻ നോവലിസ്റ്റുകൾ, അതിനുശേഷം ഇന്ത്യൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ പോയട്രി, പ്രീ ഇൻഡിപെൻഡൻസ് ഫിക്ഷൻ, പ്രീ ഇൻഡിപെൻഡൻസ് ലിറ്ററേച്ചർ, പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരിയഡിലെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സ്. അത് കഴിഞ്ഞാൽ ആഫ്രിക്കൻ ലിറ്ററേച്ചർ ഉണ്ട്. അപ്പോൾ ഇന്ത്യനും അമേരിക്കനും അത് പുറമെ ആഫ്രിക്കൻ ലിറ്ററേച്ചർ ഉണ്ട്. പിന്നീട് കരീബിയൻ ഫിക്ഷൻ വരുന്നുണ്ട്, കനേഡിയൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്, ഓസ്ട്രേലിയൻ വരുന്നുണ്ട്, പിന്നെ സൗത്ത് ഏഷ്യൻ വരുന്നുണ്ട്, കുറച്ച് ബംഗ്ലാദേശി, പിന്നെ ശ്രീലങ്കൻ റൈറ്റേഴ്സ് ഒക്കെ അവിടെ കയറി വരുന്നുണ്ട്. നോക്കിയാൽ 20th മൊഡ്യൂളിന്റെ പേര് തന്നെ സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ എന്നാണ്. അതായത് ലഗ്ദസ വിക്രമസിൻഹ, ദെൻ രമേഷ് ഗുണശേഖര, എഡ്വിൻ തുംബോ, അലംഗീർ ഹാഷ്മി, മക്കി ഖുറേഷി, ഇങ്ങനെ കുറെ, തസ്ലിമ നസ്റിൻ, ഇവരൊക്കെ വളരെ കോണ്ടംപററി റൈറ്റേഴ്സ് ആണ്. പിന്നെ അറിയാലോ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട്, ബംഗ്ലാദേശ്, ശ്രീലങ്കയൊക്കെ പശ്ചാത്തലമാക്കിയ കുറേ എഴുത്തുകാർ വരുന്നുണ്ട്. സോ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ, അമേരിക്കൻ. ഓക്കെ, ഒട്ടുമിക്ക റൈറ്റേഴ്സ് നമുക്ക് അവിടുന്ന് ഫെമിലിയർ ആണ്. ഇന്ത്യൻ, അമേരിക്കനിലെ ഒട്ടുമിക്ക റൈറ്റേഴ്സ് നമുക്ക് ഫെമിലിയർ ആണ്. അതിനുശേഷം നമുക്ക് വരുന്ന എന്താണ്? ആഫ്രിക്കൻ, ഇന്ത്യൻ, അമേരിക്കൻ കഴിഞ്ഞാൽ പിന്നെ ആഫ്രിക്കൻ, കനേഡിയൻ, ഓസ്ട്രേലിയൻ, പിന്നെ സൗത്ത് ഏഷ്യൻ. ഇത്രയും സാഹിത്യമാണ് നമുക്ക് 4th യൂണിറ്റിൽ വരുന്നത്. അത്യാവശ്യം ഒരുപക്ഷെ നമ്മൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത എഴുത്തുകാരൊക്കെ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അത് 4th യൂണിറ്റിലായിരിക്കും. കാരണം അവിടെ ഓസ്ട്രേലിയനും പിന്നെ സൗത്ത് ഏഷ്യനും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അവരൊക്കെ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആവില്ല. പിന്നെ നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ, 5ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ അവിടെ ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഒക്കെയാണ് വരുന്നത്. അറിയാലോ, കുട്ടികളെ സംബന്ധിച്ച് വളരെ ഒരു ഡ്രൈ ഏരിയ ആണ്. പലർക്കും പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കുറവുള്ള ഒരു ഏരിയ ആണ് യൂണിറ്റ് 5 ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ELT. ഒന്ന് നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ്
ഏകദേശം നമുക്കൊരു ആദ്യത്തെ ഒരു 10 മൊഡ്യൂളിൽ വരുന്നത്. ആദ്യത്തെ 10 മൊഡ്യൂൾ നമുക്ക് ഒരു ഇംഗ്ലീഷ് സൗണ്ട് സിസ്റ്റം, പിന്നീട് ലിംഗ്വിസ്റ്റിക്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ, ഫോണോളജി, മോർഫോളജി, സൗണ്ട് സിസ്റ്റം, സെമാൻറ്റിക്സ്, ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, പിന്നെ അങ്ങനെ ഭാഷയിൽ വന്ന മാറ്റങ്ങളൊക്കെയാണ് ആദ്യത്തെ ഒരു 10 മൊഡ്യൂൾ. പിന്നെ അടുത്ത 10 മൊഡ്യൂൾ പ്യുവർലി ELT-യുമായി ബന്ധപ്പെട്ടതാണ്. ലാംഗ്വേജിന്റെ തിയറീസ്, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, പിന്നെ മെത്തേഡ്സ്, ലേണർ ഫാക്ടേഴ്സ്, ക്ലാസ് റൂം പ്രൊസീജിയേഴ്സ്, പിന്നെ ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ അറിയാമല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അത് BEd പശ്ചാത്തലമുള്ളവർക്ക് ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിലബസ് എന്ന് പറയും. അപ്പോൾ സിലബസിനെ കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ ഞാൻ എടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. നമുക്ക് 5 യൂണിറ്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ 3 യൂണിറ്റ് വീണ്ടും ശ്രദ്ധിക്കുക, അത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ്. ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഏരിയ. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കുള്ളത് 4ാമത്തെ യൂണിറ്റിൽ ഇന്ത്യൻ, അമേരിക്കൻ, കനേഡിയൻ, ഓസ്ട്രേലിയൻ, സൗത്ത് ഏഷ്യൻ, കരീബിയൻ, അങ്ങനെ കുറേ സാഹിത്യങ്ങളാണ് 4ാമത്തെ യൂണിറ്റിൽ വരുന്നത്. 5ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ELT-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ജസ്റ്റ് അത് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടിയും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ആദ്യം അറിയണമല്ലോ, അല്ലേ? നമുക്കിപ്പോൾ ഈ വരാൻ പോകുന്ന ജൂലൈയിലാണ് എക്സാം. ഇതിപ്പോൾ നമുക്കൊരു മെയ് ആവുന്നു, ജൂൺ, ജൂലൈ. ഇപ്പോൾ സെറ്റ് നമുക്ക് ഒരു ദീർഘകാല പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ വരാൻ പോകുന്ന ജൂലൈ എക്സാം നമുക്കൊരു 2 മാസം സമയമുണ്ട്. 2 മാസം ധാരാളമാണ് പഠിച്ചെടുക്കാൻ. ഇത്രയൊന്നും, കാരണം ഇത്രയും ഇതൊക്കെ നമുക്ക് ഒരു സിലബസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ശരിക്കും സെറ്റിൻ്റെ ഒരു ഗുണം. നമുക്കൊരു സിലബസ് ഉണ്ട്, അപ്പോൾ അത് മാത്രം നമ്മൾ പഠിച്ചാൽ അത് ഒരുപാട് റൈറ്റേഴ്സ് ഇതല്ലാതെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുണ്ട്. എല്ലാവരും ഒന്നും വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. സിലബസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് കിടക്കാം. എവല്യൂഷൻ ഓഫ് എക്സാം പാറ്റേൺ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. എക്സാമിൻ്റെ പാറ്റേണിലെ മാറ്റം ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ സഞ്ചരിച്ച് പൊക്കോണ്ടിരിക്കുക നോക്കാം. പ്രധാനമായിട്ടും ഈ ഒരു 4-5 പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ എക്സാം പാറ്റേൺ. ഒന്നാമത് ഞാൻ ആദ്യം തൊട്ടേ പറയുന്ന കാര്യമാണ്, എക്സാമിൻ്റെ പാറ്റേണിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഏറെ കാലമായിട്ട് ഈ ഒരു സെറ്റ് നെറ്റ് ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സെറ്റിന് ഞാൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് പേപ്പേഴ്സും കാര്യങ്ങളും തയ്യാറാക്കുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് കഴിഞ്ഞ ഒരു 8-10 വർഷത്തെ ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കുട്ടികളെ. അത് ടു ആൻ എക്സ്റ്റെൻറ്റ് ടു സക്സസ്ഫുൾ. അതെപ്പോഴും വിജയിച്ചിട്ടുള്ള ഒരു ഫോർമുല തന്നെയാണ്. കാരണം സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെറ്റ് കുറേ കാലം മുമ്പൊക്കെ എഴുതി നോക്കിയവർ അല്ലെങ്കിൽ ഇപ്പോഴും ആ സെറ്റ് സിലബസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോഴും അറിയാം. പണ്ട് അങ്ങനെയായിരുന്നു. പണ്ട് അത് തന്നെയായിരുന്നു ചെയ്യുന്നത്. ഒരു 10 വർഷത്തെ ചോദ്യ പേപ്പർ നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവും. 65-70% എങ്കിലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ റിപ്പീറ്റഡ് ഏരിയാസ് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ വീണ്ടും പറയാം, 2022 തൊട്ട് അങ്ങനെയല്ല. വലിയ മാറ്റമാണ് പാറ്റേണിൽ വന്നിരിക്കുന്നത്. അതിന് കാരണങ്ങൾ പലതാവാം. ഈ പറയുന്ന മത്സരം ഉയർന്നു വരുന്നത് കൊണ്ടൊക്കെ ആവാം. ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ആ ചോദ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്, എംഫസിസ് ഓൺ ആപ്ലിക്കേഷൻ, കോംപ്ലക്സിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്, നീഡ് ഫോർ കറണ്ട് റിസോഴ്സസ്. അപ്പോൾ പാറ്റേണിൽ മാറ്റം ഒന്ന് നമുക്ക് മനസ്സിലായി. 2, ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്. അതായത് നമ്മൾ പണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് എടുക്കുന്നു, ചോസറിൻ്റെ വർക്ക്സ്, ചോസറിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 1-2 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കൂ, അപ്രോച്ചേ മാറിയിട്ടുണ്ട്. നമ്മൾ ചോസറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ചോസറിൻ്റെ ആ വർക്ക്സ് മാത്രം അറിഞ്ഞാൽ പോരാ. അതാണെന്ന് മനസ്സിലാക്കേണ്ടത്. അത് മാത്രം അറിഞ്ഞാൽ പോരാ, അതുമായി ബന്ധപ്പെട്ട ക്രിറ്റിസിസങ്ങൾ അറിയണം, അതിനുശേഷം വന്ന പഠനങ്ങൾ അറിയണം, അതിൻ്റെ ഒരു കൾച്ചറൽ ലെഗസി അറിയണം, അല്ലെങ്കിൽ അതിൻ്റെ പോപ്പുലർ കൾച്ചറിൻ്റെ അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ 1-2 ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ അത്തരം ഒരു അപ്രോച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റൈറ്ററെ പഠിക്കുമ്പോൾ പണ്ടായിരുന്നു ഇപ്പം ഡ്രൈഡൻ, മാക്ഫ്ലെക്നർ, നമ്മൾ ഡ്രൈഡനെ കുറിച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യം മനസ്സിലാക്കും, പിന്നെ മാക്ഫ്ലെക്നർ ഒന്ന് പഠിച്ചു നോക്കും. ഇപ്പം അങ്ങനെയല്ല. ഡ്രൈഡനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മൈനർ വർക്ക്സ് ഉൾപ്പെടെ നമ്മൾ അറിഞ്ഞിരിക്കണമെന്നാണ്. നമ്മൾ ഡ്രൈഡനെയൊക്കെ ഇപ്പോൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതായത് ഒരു നെറ്റ് ലെവലിലേക്കൊക്കെ ഇറങ്ങിച്ച് നമ്മൾ ഡ്രൈഡനെ പഠിക്കണം. മനസ്സിലായോ? ഒപ്പം മാക്ഫ്ലെക്നറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, ടെക്സ്റ്റ് മാത്രമല്ല, ആ ടെക്സ്റ്റിനെ കുറിച്ച് പിൽക്കാലത്ത് നടന്നുള്ള വായനകൾ, അതുമായി ബന്ധപ്പെട്ട ക്രിറ്റിസിസങ്ങൾ, ക്രിട്ടിക്കൽ റിമാർക്സ്, ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ അത്തരം ഒരു അപ്രോച്ചിലേക്ക് മാറിയിട്ടുണ്ട്. ദെൻ എംഫസിസ് ഓൺ ആപ്ലിക്കേഷൻ. പ്രത്യേകിച്ച് ഇത് ഞാൻ തിയറിയും ക്രിറ്റിസിസവും കാര്യങ്ങൾ, കുറച്ച് ലിറ്റററി ക്രിറ്റിസിസവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അവിടെയാണ് മനസ്സിലാക്കണം. പണ്ട് ഇതുപോലെ നിങ്ങളുടെ ഒരു ക്രിറ്റിസിസമോ അല്ലെങ്കിൽ ഒരു തിയറിയോ കാര്യങ്ങളോ ഒക്കെ പഠിക്കുകയായിരുന്നെങ്കിൽ, മനസ്സിലായി, അത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്തായിരുന്നു? ജസ്റ്റ് ആ ക്രിറ്റിസിസം, ആ തിയറി എന്താണെന്ന് പഠിക്കുന്നു,
അല്ലെങ്കിൽ ആ ക്രിട്ടിക്കൽ ഒരു തിയറി എന്താണെന്ന് മാത്രം അറിഞ്ഞു വെക്കുന്നു, അതിനകത്ത് പ്രധാനപ്പെട്ട പ്രൊപ്പോണൻസ് എക്സ്പോണൻസ് നിങ്ങൾ മനസ്സിലാക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അതുമായി ബന്ധം അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ വരുന്നു, ഏത് തലത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണമെന്നൊക്കെ ഉള്ളത് നിർബന്ധമാണ്. പിന്നീട് കോംപ്ലക്സിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ അത് ചോദിക്കുന്ന രീതി വരെ മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അറേഞ്ച് ചെയ്ത് ക്രൊണോളജിക്കൽ സീക്വൻസിൽ നമ്മൾ വർക്ക്സ് അറേഞ്ച് ചെയ്യുക എന്നുള്ള ചോദ്യങ്ങളൊന്നും പണ്ടില്ലായിരുന്നു. ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. അതൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പം ആ രീതിയിലുള്ള ചോദ്യങ്ങളില്ലായിരുന്നു. കൂടുതലും സെറ്റിനൊക്കെ നല്ല രീതിയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങളൊരു 5 അല്ലെങ്കിൽ 6 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഇഫ് യു ഗോ ത്രൂ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ചോദ്യങ്ങളുടെ ഒരു കോംപ്ലക്സിറ്റി വല്ലാത്ത രീതിയിൽ മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു 2-3 ഇയേഴ്സ് 2018 ശേഷം NTA നെറ്റ് പരീക്ഷ ഏറ്റെടുത്തതിന് ശേഷം അവർ കൊണ്ടുവന്ന ഒരു പാറ്റേണിലെ മാറ്റമുണ്ട്. ഏകദേശം ആ മാറ്റമൊക്കെ നമ്മൾ ഇവിടെ എടുക്കുന്നു. സെറ്റിലും അതുപോലെ വരുന്നുണ്ട്. പറയുന്ന പോലെ ക്രൊണോളജിക്കൽ ഓർഡറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മാച്ച് ദ പെയറിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസിന്റെ കോംപ്ലക്സിറ്റി വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിൻലി വരുന്നത്. അപ്പോൾ ചോദ്യങ്ങളുടെ ഒരു കോംപ്ലക്സിറ്റി ഉയർന്നിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. നീഡ് ഫോർ കറണ്ട് റിസോഴ്സസ്. സോ ഈ 4 പ്രശ്നങ്ങളെയും നമ്മൾ എങ്ങനെ നേരിടും? ഓക്കെ, ചോദ്യത്തിന്റെ പാറ്റേൺ മനസ്സിലായി, അത് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ആണല്ലോ. ചോദ്യങ്ങളുടെ സങ്കീർണത കൂടി എന്നും നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചാണ് ഇനി നമ്മൾ ആ പഠനത്തോട് സ്വീകരിക്കേണ്ടത് എന്നും മനസ്സിലായി. ഇതെല്ലാം നമുക്ക് പിടികിട്ടി. ഇനി നമുക്കിപ്പോൾ മുമ്പിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അടുത്ത എന്താ ചെയ്യേണ്ടത്? അതിനുള്ള പരിഹാരം. ആ പരിഹാരമാണ് നീഡ് ഫോർ കറണ്ട് റിസോഴ്സസ്. നമ്മൾ ഏറ്റവും എന്താ പറയുക, ഏറ്റവും പ്രധാനപ്പെട്ട എന്നല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സ് തന്നെ വേണം. ഇല്ലേ, നമുക്കൊരു 1950 അല്ലെങ്കിൽ 2010 ഒരു എഡിഷൻ ബുക്ക് കൊണ്ട്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു പുസ്തകം കൊണ്ട് ഇനി നമുക്ക് നെറ്റ് അല്ലെങ്കിൽ സെറ്റ് പരീക്ഷകളെ ഒന്നും നമുക്ക് കീഴടക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള റിസോഴ്സുകളൊക്കെ നിങ്ങൾ കരസ്ഥമാക്കണം. പുതിയ ലേണിംഗ് മെത്തേഡ്സിലൊക്കെ മാറ്റം കൊണ്ടുവരണം. ആ മാറ്റം എങ്ങനെ കൊണ്ടുവരണമെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട ചില ടിപ്സിലേക്ക് നമുക്ക് കിടക്കാം. ദി ഗൈഡൻസ്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഒരു പരീക്ഷ എഴുതി തീർക്കാനുണ്ട്. ആ പരീക്ഷ ക്ലിയർ ചെയ്യണം. ഏത് രീതിയിലും നിങ്ങൾക്ക് ആ പരീക്ഷ ക്ലിയർ ചെയ്യണം. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ പഠിക്കാം, അല്ലെ? ഒന്ന് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോച്ചിങ് ഓപ്റ്റ് ചെയ്യാം. 2 രീതിയിലാണ് ഇപ്പം പരീക്ഷ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത്. അതിൽ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിൽ ഒരു പ്രശ്നമില്ല. സെൽഫ് സ്റ്റഡി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് അത് പഠിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ എന്തൊക്കെയാണ് സെൽഫ് സ്റ്റഡിയിൽ നിങ്ങൾ നേരിടാൻ സാധ്യതയുള്ള പരിമിതികൾ? എന്തൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളുടെ മാറ്റമൊന്നും ഒരു സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരാൾക്ക് അത് മനസ്സിലാക്കിയെന്ന് വരില്ല. കാരണം മാറ്റം മനസ്സിലാവും എങ്ങനെ? കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒക്കെ ഇങ്ങനെ പോയി വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് ഒരാൾക്ക് മനസ്സിലാവുന്നത് ഇതിൽ വലിയ പാറ്റേണിൽ മാറ്റമുണ്ട്. ഇപ്പം ഞാൻ ഇനി ഈ വഴിയാണ് സ്വീകരിക്കേണ്ടതെന്ന് ഒരാൾക്ക് സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരാൾക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിനകത്ത് അപ്പോഴത്തേക്കും കുറേ സമയം അതിനകത്ത് കൺസ്യൂം ചെയ്യപ്പെട്ട് കഴിയും. മനസ്സിലായി? മറിച്ച് നിങ്ങൾക്കൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ, ഇഫ് യു ഓപ്റ്റ് ഫോർ എ കോച്ചിങ്, നിങ്ങൾക്കൊരു ഗൈഡൻസ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെൻറ്ററോ നിങ്ങളുടെ ഫാക്കൽറ്റിയോ അവർ നിങ്ങൾക്കത് പറഞ്ഞു തരും. നിങ്ങൾക്ക് 2 വർഷം മുമ്പുള്ള നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സ് വെച്ചിട്ട് ഇപ്പോഴത്തെ സെറ്റ് പരീക്ഷ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങളുടെ ഗൈഡോ അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്ററോ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന സംശയങ്ങൾ, ഇതിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ഇത് എത്രയും പ്രശ്നങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, ഈ ക്വസ്റ്റ്യൻസ് മാറി സങ്കീർണതകൾ കൂടി ഇതൊക്കെ വരുമ്പോഴും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു ഗൈഡൻസ് കിട്ടുക. നമുക്ക് വ്യക്തമായൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയത്തിലുള്ള വഴി വളരെ എളുപ്പമായിരിക്കും. ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. കണ്ടിന്യൂസ് ലേണിംഗ്. ഞാൻ പറഞ്ഞ് മടുപ്പിക്കുന്നില്ല അത്തരം കാര്യങ്ങൾ. കണ്ടിന്യൂസ് ലേണിംഗ്, യെസ്. നമുക്ക് പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഹാർഡ് വർക്കും ഡിസിപ്ലിനും സെറ്റ് പരീക്ഷയ്ക്ക് ആവശ്യമാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, വീണ്ടും നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നു. പണ്ടായിരുന്നെങ്കിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അത്യാവശ്യം വായനയും ഉണ്ടായിരുന്നെങ്കിൽ ഒരു വ്യക്തിക്ക് സെറ്റ് പരീക്ഷ അത് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. മനസ്സിലായി? ഇപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് 7-10 വർഷമായിട്ടെങ്കിലും ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പണ്ട് ഒരു 4-5 വർഷം മുമ്പ് കുട്ടികളോട് പറയുമായിരുന്നു, സെറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളോട് ഞാൻ പറയുമായിരുന്നു, കുഴപ്പമില്ല, കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സെറ്റ് കിട്ടിക്കോളൂ എന്ന് ഞാൻ തന്നെ കുട്ടികളോട് പറയും. പക്ഷേ ഇപ്പം എനിക്കത് പറയാൻ സാധിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മാറ്റം. അത് മാത്രമാണ്. അപ്പോൾ ആ പാറ്റേൺ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് പുതിയ രീതികൾ കണ്ടുപിടിക്കണം, എങ്ങനെ നമുക്കത് എഴുതിയെടുക്കാമെന്നുള്ള. സോ കണ്ടിന്യൂസ് ലേണിംഗ് അവിടെ ആവശ്യമാണ്. നിരന്തരമായിട്ട് പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ പിന്നിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി, അതൊരു ഡിസിപ്ലിനാണ്. നിങ്ങൾ എത്ര സമയം നിങ്ങളുടെ ബാക്കിയുണ്ടോ
അത്രയും നാൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ ഹാർഡ് വർക്ക് ഇല്ലാതെ ഒരു പരീക്ഷയും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നെറ്റിനോളം ഡിഫിക്കൾട്ട് അല്ല സെറ്റ് എന്ന് കരുതി സെറ്റ് എഴുതിയെടുക്കാൻ പറ്റുമോ എന്നല്ല അതിനർത്ഥം. അതിനും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. നമുക്ക് സിലബസ് ഉണ്ട് പഠിക്കാൻ, ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട് പഠിക്കാൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എഴുതി എടുക്കണം, നല്ല രീതിയിൽ അത് പഠിച്ചെടുക്കണം. 3, പ്രാക്ടീസ് ആൻഡ് ഫെമിലിയറൈസേഷൻ. അറിയാലോ, കണ്ടിന്യൂസ് ലേണിംഗ് വരുമ്പോൾ തന്നെ അവിടെ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു എലമെന്റ് വന്നു കഴിഞ്ഞു. പിന്നെ ഫെമിലിയറൈസേഷൻ. എന്താണ് ഈ ഫെമിലിയറൈസേഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പുതിയ പുതിയ റൈറ്റേഴ്സിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒത്തിരി നിങ്ങളുടെ കഴിഞ്ഞ ഒരു 1-2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ റൈറ്റേഴ്സിനെ കഴിയുന്നത്ര ഫെമിലിയറൈസ് ചെയ്യുക, കാലഘട്ടം കഴിയുന്നത്ര ഫെമിലിയറൈസ് ചെയ്യുക, ഏതൊക്കെ കാലഘട്ടത്തിൽ ഏതൊക്കെ റൈറ്റേഴ്സ് ആണെന്ന് കഴിയുന്നത്ര ഫെമിലിയറൈസ് ചെയ്യുക. സോ ഈ ഫെമിലിയറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ലേണിംഗിന്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, അഡാപ്റ്റേഷൻ ഇൻ പ്രിപ്പറേഷൻ. ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ പുതിയ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു അഡാപ്റ്റേഷൻ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. അതായത് നമുക്ക് ഒരു 4-5 വർഷം മുമ്പുള്ള രീതികൾ വെച്ചിട്ട് ഇനി എനിക്ക് എന്തായാലും ഈ പരീക്ഷ എനിക്ക് സമീപിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി പുതിയ പുതിയ മെത്തേഡ്സ് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യണം. മനസ്സിലായി, നോട്ട് ഉണ്ടാക്കുന്നതിൽ. ഇപ്പോൾ പണ്ടായിരുന്നെങ്കിൽ നമ്മൾ നോട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നോട്ട് ഉണ്ടാക്കുന്ന രീതികളിൽ മാറ്റം കൊണ്ടുവരണം, പഠിക്കുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരണം. അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു, യൂണിഫോം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ 20th സെഞ്ചുറി ലിറ്ററേച്ചറിന് കൂടുതൽ സമയം കൊടുക്കണം. സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ നമ്മൾ ഒട്ടും കേൾക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് കുറച്ച് സമയം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് റൈറ്റേഴ്സേ ഉള്ളൂ, അവരെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് എന്തായാലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഒരു അഡാപ്റ്റേഷനും കാര്യങ്ങളും മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ടിപ്സ്. അല്ലാതെ നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ചില എന്താ പറയുക, എല്ലാവരും പറയുന്ന പോലെ ക്ലീഷേഴ്സ് ആണ്. രാവിലെ എഴുന്നേൽക്കുക, 5 മണിക്കൂർ പഠിക്കുക, ഇന്നലെ രാവിലെ ഇത് നോക്കുക, പിറ്റേ ദിവസം ഇത് നോക്കുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. ജനറലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ആ മാറ്റത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. സോ ഇത്രയും കാര്യങ്ങളാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചിരുന്നാൽ മതി. ഞാൻ എന്തായാലും കമൻസ് നോക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ചോദിക്കാനുണ്ടെങ്കിൽ അവസാനം ചോദിച്ചാലും മതി, അതനുസരിച്ച് ഞാൻ പറയാം. ഇപ്പം ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇപ്പം എങ്ങനെയാണ് ആ ചോദ്യങ്ങളിലെ മാറ്റങ്ങൾ വന്നിരിക്കുന്നതൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് 1-2 ചോദ്യങ്ങളൊന്ന് നമുക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ 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 നമുക്കിനി കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞല്ലോ ആ ചോദ്യങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. ദ ഫ്രേസ് ബ്ലഡി മെക്കലെ മൈന്യൂട്ട് മാൻ occurs in a work by dash. ചോദ്യം നോക്കിയേ. പണ്ടായിരുന്നെങ്കിൽ, വീണ്ടും ഒരു 5-6 വർഷം മുമ്പുള്ള ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ഇത്തരം ഒരു ചോദ്യം ഉണ്ടാവില്ല. ഈ ചോദ്യം വന്നിരിക്കുന്നത് ഇതാണ്ടേ ജൂലൈ 2023 വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദ ഫ്രേസ് ബ്ലഡി മെക്കലെ മൈന്യൂട്ട് മാൻ. ഈ ഫ്രേസ് വന്നിരിക്കുന്നത് ആരുടെ വർക്കിൽ, ആ നോവൽ ഏതാണെന്നും അല്ല ചോദിച്ചിരിക്കുന്നത്, ആരെഴുതിയ നോവലിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഒരു നോവലിലെ ഒരു ഫ്രേസ് അതുപോലും നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ അതിനർത്ഥം നമ്മൾ അത്രയും ആഴത്തിൽ നമ്മൾ ആ ടെക്സ്റ്റുമായിട്ട് എൻഗേജ് ചെയ്തിരിക്കണമെന്ന് തന്നെയാണ്. മനസ്സിലായോ? ഇപ്പോൾ ഈ പറഞ്ഞ 4 പേരെ നമുക്കറിയാമായിരിക്കും. റഷ്ദി, തരൂർ, ഓർവെൽ, അരുന്ധതി റോയ്, 4 പേരെ നമുക്കറിയാം. അവരുടെ 4 പേരുടെ ടെക്സ്റ്റും അതിൻ്റെ വർഷവും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, അത് മാത്രം പോരാ, കുറച്ചുകൂടെ ഡീപ്പായിട്ട് ആ ടെക്സ്റ്റുമായിട്ട് എൻഗേജ് ചെയ്താൽ മാത്രമേ ഇപ്പോൾ നിങ്ങൾക്ക് അതിനെ നിങ്ങൾക്ക് എന്താ പറയുക, അത് അഡ്രസ്സ് ചെയ്യുക മാത്രമല്ല, അത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ചോദ്യത്തിലേക്ക് വരാം. ദ ഫ്രേസ് ബ്ലഡി മെക്കലെ മൈന്യൂട്ട് മാൻ occurs in a work by ഓപ്ഷൻ എ സൽമാൻ റഷ്ദി, ഓപ്ഷൻ ബി ശശി തരൂർ, ഓപ്ഷൻ സി ജോർജ് ഓർവെൽ, ഓപ്ഷൻ ഡി അരുന്ധതി റോയ്. ആരുടെ വർക്കിലാണ് ഇത്തരമൊരു ഫ്രേസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ബ്ലഡി മെക്കലെ മൈന്യൂട്ട് മാൻ എന്ന് പറയുന്ന വർക്ക് നമുക്ക് എന്ന ആ ടേം നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ആരുടെ വർക്കിലാണ് കാണാൻ സാധിക്കുന്നത്? സൽമാൻ റഷ്ദിയുടെ ആണോ, ശശി തരൂരിൻ്റെ ആണോ, ജോർജ് ഓർവെലിൻ്റെ ആണോ, അതോ അരുന്ധതി റോയുടെ ആണോ? ശ്രദ്ധിക്കുക, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ജൂലൈ 2023 ഒരു ചോദ്യമാണ്. ജൂലൈ 23 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അത്യാവശ്യം ടഫ് തന്നെ ആയിരുന്നു. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നല്ല, ടഫ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. കാരണം ഒരു നോവലിലെ ഒരു വരിയൊക്കെ ഒരു ഫ്രേസ് ഒക്കെ എടുത്ത് ചോദിക്കണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ അതിനെ അറിഞ്ഞിരിക്കണം. എനി ഗസസ്? ഉത്തരം ഞാൻ തന്നെ പറയാം. ബ്ലഡി മെക്കലെ മൈന്യൂട്ട് മാൻ എന്ന് പറയുന്ന
ഫ്രേസ് വന്നിരിക്കുന്നത് സൽമാൻ റഷ്ദിയുടെ ഒരു വർക്കിലാണ്. ആൻസർ സൽമാൻ റഷ്ദി. ശ്രദ്ധിക്കുക, സൽമാൻ റഷ്ദിയുടെ ദ മൂർസ് ലാസ്റ്റ് സൈ എന്നാണ് ആ നോവലിന്റെ പേര്. ദ മൂർസ് ലാസ്റ്റ് സൈ. അതൊരു 1995 വന്ന ഒരു നോവലാണ്. ദ മൂർസ് ലാസ്റ്റ് സൈ എന്ന നോവലിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ബ്ലഡി മക്കലെ മൈന്യൂട്ട്. ഓക്കെ, ഈ ഒരു ഫ്രേസ് വന്നിരിക്കുന്നത് സൽമാൻ റഷ്ദിയുടെ മൂർസ് ലാസ്റ്റ് സൈ. എന്തുകൊണ്ട് ഈ ചോദ്യം ഞാനിവിടെ അവതരിപ്പിച്ചു അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്തുന്നു വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, റഷ്ദിയെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാറുള്ള വർക്ക്സ് ഏതൊക്കെയാണ് അറിയാലോ. മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് എഴുതുന്നതേ ഉള്ളൂ. മിഡ് നൈറ്റ് ചിൽഡ്രനും പിന്നെ അതുപോലെ സെയ്റ്റനിക് വേഴ്സസും ഒക്കെയാണ്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുള്ളത്. പക്ഷെ ചോദ്യം വന്നിരുന്നത് ദ മൂർസ് ലാസ്റ്റ് സൈ എന്നാണ്. സോ വീണ്ടും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ അത്രയും ഡീപ്പർ ലെവലിൽ നമ്മൾ ഈ ടെക്സ്റ്റുകൾ മനസ്സിലാക്കണം. മാത്രമല്ല ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഓപ്ഷൻ കണ്ടില്ലേ, റഷ്ദി, ശശി തരൂർ, ജോർജ് ഓർവെൽ, അരുന്ധതി റോയ്, ഇവരെ കുറിച്ച് ആ റൈറ്റേഴ്സിനെയും കൂടെ നല്ലപോലെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ അമേരിക്കൻ പ്ലേ വിച്ച് എൻഡ്സ് വിത്ത് ദ വേർഡ്സ് ഇഫ് യു ഡോണ്ട് കെയർ യു വിൽ ഡൈ. വീണ്ടും ഒരു നാടകത്തിലെ അവസാന വരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് അമേരിക്കൻ നാടകമാണ് ഈ വാക്കുകൾ കൊണ്ട് അവസാനിക്കുന്നത്? ഇഫ് യു ഡോണ്ട് കെയർ യു വിൽ ഡൈ. ഇങ്ങനെ അവസാനിക്കുന്ന അമേരിക്കൻ നാടകം ഏത്? കണ്ടില്ലേ, വീണ്ടും നമ്മുടെ ഒരു നോവലിലെ ആ വാചകം അറിഞ്ഞിരിക്കണം, ആ നാടകത്തിലെ പ്രധാനപ്പെട്ട വരികൾ അല്ലെങ്കിൽ തുടക്ക വരികൾ, അവസാന വരി, ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമെന്നാണ്. ജസ്റ്റ് ആ വർക്ക് എപ്പോൾ വന്നു, ഏത് വർഷം വന്നു, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് മാത്രമല്ല വീണ്ടും നമ്മൾ ആഴത്തിൽ ചെന്ന് അതിനെ പഠിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നമുക്ക് ഓപ്ഷൻസിലേക്ക് കിടക്കാം. ഓപ്ഷൻ എ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, ഓപ്ഷൻ ബി ഗാറ്റസ്, ഓപ്ഷൻ സി ചിക്കൻ സൂപ്പ് വിത്ത് ബാർലി, ഓപ്ഷൻ ഡി ദ ക്രൂസിബിൾ. ഇത് ചോദിച്ചിരിക്കുന്നത് വീണ്ടും ജൂലൈ 2023. ഞാൻ പറഞ്ഞല്ലോ 2022 ശേഷമാണ് ഈ വലിയ ഒരു പ്രകടമായ മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് 2023 24 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ചോദ്യത്തിലേക്ക് വരാം. ഏത് അമേരിക്കൻ നാടകത്തിന്റെ അവസാന വരികളാണ് ഇഫ് യു ഡോണ്ട് കെയർ യു വിൽ ഡൈ? ഉത്തരം ഓപ്ഷൻ സി, ചിക്കൻ സൂപ്പ് വിത്ത് ബാർലി. ആണൽഡ് വെസ്കറിന്റെ നാടകമാണിത്. ആണൽഡ് വെസ്കറിന്റെ നാടകമാണ് ചിക്കൻ സൂപ്പ് വിത്ത് ബാർലി എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം 1956 ഈ നാടകം പുറത്തു വരുന്നത്. ഓക്കെ, ഈ നാടകത്തിലെ അവസാന വരികളാണ് ഇഫ് യു ഡോണ്ട് കെയർ യു വിൽ ഡൈ. ഓക്കെ, വീണ്ടും പറയാണ്, കണ്ടല്ലോ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നല്ലോ. ഈ ക്രൂസിബിളും ഡെത്ത് ഓഫ് എ സെയിൽസ്മാനും ഒക്കെ നമ്മൾ ആ ഓപ്ഷൻസ് നല്ലപോലെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, കഴിഞ്ഞ പരീക്ഷയിലേക്ക് വരാം. ജനുവരി 2024 ചോദിച്ചൊരു ചോദ്യം. ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഫോർ 2023 വാസ് അവാർഡഡ് ടു. നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളതിന് ഇതിലും വലിയൊരു തെളിവ് വേണം. 2023 നോബൽ സമ്മാനം ആർക്കായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജോ പീറ്റർസൺ, ഓപ്ഷൻ ബി ജോനസ് ബോ, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി ജോസ്റ്റൻ ഗാർഡ്. ആർക്കായിരുന്നു 2023 നോബൽ സമ്മാനം? വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയാം. നമ്മൾ അത്യാവശ്യം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണെങ്കിൽ അറിയാൻ സാധിക്കും. ഓപ്ഷൻ സി ജോൺ ഫോസയാണ് ഉത്തരം. ഇദ്ദേഹത്തിനായിരുന്നു 2023 നോബൽ സമ്മാനം. കാരണം നമ്മൾ അത്രയും ലേറ്റസ്റ്റ് ആയ കാര്യങ്ങൾ, സാഹിത്യത്തിൽ എന്ത് നടക്കുന്നുള്ളതെല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, അടുത്ത ചോദ്യം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ ഗേ ഫിക്ഷൻ? കണ്ടില്ലേ, സാഹിത്യത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡുകളിലൊക്കെ പെടുന്നതാണ് ഈ പറഞ്ഞ LGBT ഫിക്ഷൻ, ഗേ ഫിക്ഷൻ, ലെസ്ബിയൻ നോവൽസ്, ഇത്തരം കാര്യങ്ങൾ. സോ ഗേ ഫിക്ഷനിൽ പെടുത്തുന്ന, അതായത് പ്രധാന കഥാപാത്രങ്ങൾ അവരുടെ ഹോമോസെക്ഷൽ ഓറിയന്റേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആ ഗേ ഫിക്ഷനിൽ പെടുന്ന വർക്ക് ഏതാണ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ നൈസ് വർക്ക്, ഓപ്ഷൻ ബി സ്വിമ്മിംഗ് പൂൾ ലൈബ്രറി, ഓപ്ഷൻ സി ലക്കി ജിം, ഓപ്ഷൻ ഡി ജിൽ. എനിക്ക് തോന്നുന്നു ഈ ഓപ്ഷൻസ് ആണോ നമുക്ക് ഇത്തിരി ഫെമിലിയർ ആണ്. ലക്കി ജിം ഫെമിലിയർ ആണ്, കിങ്സ്ലി ആമസന്റെ ആംഗ്രി യങ് മാൻ മൂവ്മെന്റിൽ പെടുന്നതാണ്, ക്യാമ്പസ് നോവലിൽ പെടുന്നതാണ്. എന്നാലും ഗേ ഫിക്ഷനിൽ പെടുന്നതല്ലെന്ന് അറിയാം. ജിൽ അറിയാലോ, നമ്മുടെ ലാർക്കിന്റെ നോവലാണ്. പക്ഷേ അതിന്റെ കഥയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് സംശയമാണ്. ഉത്തരം ഓപ്ഷൻ ബി ദ സ്വിമ്മിംഗ് പൂൾ ലൈബ്രറി ആണ്. അലൻ ഹോളിംഗ്ഹോസ്റ്റ് എന്ന് പറയുന്ന ഒരു റൈറ്ററിന്റെ ആണ്. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന 4 ചോദ്യങ്ങളുടെ സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു ടെക്സ്റ്റിനെ ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കണം, അതിലെ വരികൾ അറിഞ്ഞിരിക്കണം എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് 2023 തന്നെ നോബൽ സമ്മാന ജേതാവ് വരാൻ ചോദിച്ചു. നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ലിറ്ററേച്ചറിലെ റീസെന്റ് ട്രെൻഡുകൾ, ഗേ ഫിക്ഷൻ, LGBT ക്യൂർ നോവൽസ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണമെന്നാണ് ഇപ്പോൾ സെറ്റ് പരീക്ഷ നടത്തുന്ന ആൾക്കാരുടെ വാശി. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, മനസ്സിലായോ? അതൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്.
എന്താണ് ആ സിലബസ് എന്താണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. പ്രധാനപ്പെട്ട ഇത്രയും യൂണിറ്റുകൾ 5-6 യൂണിറ്റുകളിലായിട്ട് നമുക്ക് കാര്യങ്ങൾ. ഫസ്റ്റ് പേപ്പറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, കാരണം ഞാൻ സബ്ജക്ട് പേപ്പറിനെ കുറിച്ച് മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ലിറ്ററേച്ചറിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആദ്യത്തെ ഒരു 3 യൂണിറ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഉണ്ട്. പിന്നെ ഒരു യൂണിറ്റ് നമുക്ക് കനേഡിയൻ, ആഫ്രിക്കൻ, കരീബിയൻ, ഓസ്ട്രേലിയൻ, സൗത്ത് ഏഷ്യൻ, ഇന്ത്യൻ, അമേരിക്കൻ ഒക്കെ വരുന്നുണ്ട്. പിന്നീട് ELT, പിന്നെ ക്രിറ്റിസിസത്തിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ സിലബസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ, ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് സിലബസ് അറിയാം, ഇതിന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഈക്വൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഓരോ യൂണിറ്റും എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന എവിടെയാണെന്നൊക്കെ ഉള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്രോച്ചിൽ എന്തൊക്കെയാണ് മാറ്റം, ആ പാറ്റേണിൽ വന്ന മാറ്റങ്ങൾ. സോ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ JLearnൽ സെറ്റ് ഇംഗ്ലീഷ് കോഴ്സസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലുള്ള സ്റ്റുഡിയോ റെക്കോർഡഡ് ഹൈ ഡെഫിനിഷൻ ക്ലാസ്സസ് ആണ്. അതിന് പുറമെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ആപ്പ് വഴി തന്നെയുള്ള നിങ്ങൾക്ക് ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. മാത്രമല്ല നമ്മുടെ ക്ലാസ്സിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു 20-25 മിനിറ്റിനകത്തുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഫുൾ സെറ്റിൻ്റെ കംപ്ലീറ്റ് പോർഷൻ നിങ്ങൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 25 അവേഴ്സിനകത്തുള്ള ക്ലാസ്സസ് ആണുള്ളത്. ഈ 25 അവേഴ്സിനകത്തുള്ള ക്ലാസ്സസ്, അതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽസ്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, സോ വളരെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടും അത്തരത്തിലുള്ള ഒരു ക്ലാസ്സസ് ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? അതായത് കംപ്ലീറ്റ് സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സസും അതുപോലെ തന്നെ വീഡിയോ ലെക്ചേഴ്സും പിന്നീട് സ്റ്റഡി മെറ്റീരിയൽസും ലൈവ് സെഷൻസും പേഴ്സണൽ മെന്റർഷിപ്പും സ്റ്റഡി പ്ലാനും അടങ്ങുന്ന വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പഠന സിസ്റ്റമാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ രീതിയിലാണ് ഇവിടെ ക്ലാസ്സസ് പോകുന്നത്. സോ ഈ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു ഫ്രീ വാട്സാപ്പ് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം. സെറ്റ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്, ഫ്രീ മോക്ക് ടെസ്റ്റുകൾ, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഗ്രൂപ്പിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഫ്രീ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. മാത്രമല്ല ഈ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സെറ്റ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷനുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ വേണമെങ്കിൽ, ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വേണമെങ്കിൽ, ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട വെബിനാറുകൾ വേണമെങ്കിൽ, നിങ്ങൾക്ക് പാടുള്ള ഏരിയകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ, ഈ ചാനലിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും. മാത്രമല്ല ഇനിയുള്ള വെബിനാർ സീരീസ് ഉണ്ട്. ഓരോ യൂണിറ്റിൻ്റെയും മെഗാ റിവിഷൻ വെക്കുന്ന വെബിനാർ സീരീസ് ഒക്കെ ഇനി നമ്മൾ തുടരെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും പറയാണ്, ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ മറ്റൊരു വേളയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.